ഹലോ ഫ്രണ്ട്സ്, IIM കോഴിക്കോടിന്റെ ഫോംസ് ഔട്ട് ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും അറിയാം, ഇത് നിങ്ങളുടെ ഇന്റർവ്യൂ കോൾ അല്ല. അവർ ആദ്യം ഒരു കോൾ ഇട്ടിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഡാറ്റ നിങ്ങളുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പിന്നീടാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ തരുന്നത്. മോസ്റ്റ് അതർ ബി സ്കൂളിന് ഡയറക്ട്ലി ഇന്റർവ്യൂ കോൾസ്, PI കോൾസ് തന്നെയായിരിക്കും തരുന്നത്. IIM കോഴിക്കോട് ഇങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി അയച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ, ഓപ്പൺ ഡാറ്റിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾ നോക്കുക. ഇത് എന്തുകൊണ്ടാണ് അന്ന് തൊട്ട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അതായത് ഓരോ ഫോമിനും വളരെ ഷോർട്ട് ഡെഡ് ലൈൻസ് വെച്ചിട്ട് വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലിസ്റ്റ് ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നു. അത് മെന്ററുമായിട്ട് എന്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കൂ എന്ന് പറഞ്ഞതിന്റെ ഒരു റെലവൻസ് ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ വരുന്ന സമയത്ത് ഓരോ കോളേജിനും വേണ്ടി ഇങ്ങനെ ഓരോന്നായിട്ട് അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഈ ഒരു ഡോക്യുമെന്റിന്റെ റെലവൻസ്. സോ ഞാൻ ക്വിക്ലി ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു 5 ക്വസ്റ്റ്യൻസിൽ കുറച്ച് ടിപ്സ് ആൻഡ് സജഷൻസ് തരാം, എങ്ങനെ ഫ്രെയിം ചെയ്യാം, ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഈ പറയുന്ന ഫില്ലിംഗ് ഈ ഒരു ഫോം എന്നുള്ളതാണ്. ഒന്ന്, ബ്രീഫ്ലി ഔട്ട്ലൈൻ യുവർ പ്രൊഫഷണൽ പ്ലാൻസ് ആൻഡ് കരിയർ ഒബ്ജക്റ്റീവ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്, explaining and substantiating why you want to do PGP and what you expect to get from it. സോ ഇത് നമ്മുടെ ഡോക്ക് ഓൾറെഡി ചെയ്തവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കരിയർ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സിൻസ് ദേ ഹാവ് നോട്ട് സ്പെസിഫിക്കലി ആസ്ക് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം കരിയർ ഗോൾസ്, നിങ്ങൾ ആ വാക്കുകൾ ഇവിടെ യൂസ് ചെയ്യേണ്ട. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇവിടെ എഴുതാനുള്ളത് ആ ഒരു കാര്യമാണ്, അതായത് എന്തുകൊണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ ആൻസേഴ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സാധനം, ഒന്ന്, വൈ ഡു യു വോണ്ട് ടു ഡു MBA എന്നുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലാതെ വരുന്നുണ്ടല്ലോ. അപ്പം ലോട്ട് ഓഫ് പീപ്പിൾ ഹാസ് ബ്ലെയിംഡ് ദെയർ പ്രീവിയസ് വർക്ക് പ്ലേസ്, അവരുടെ പ്രീവിയസ് ജോബ്, പ്രീവിയസ് മാനേജർ, അല്ലെങ്കിൽ പഴയ കോളേജ് വന്ന് പെട്ടുപോയതാണ്, അവിടെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇതുപോലുള്ള ആൻസേഴ്സ് പരമാവധി ഒഴിവാക്കുക. എല്ലാം പോസിറ്റീവ് ലൈഫിൽ എഴുതുക. ഉദാഹരണത്തിന് ഞാൻ ബിടെക് എടുക്കാൻ പോയി, അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ബിടെക് വാസ് നോട്ട് കപ്പ് ഓഫ് ടീ, ഇസ് നോട്ട് എക്സൈറ്റിംഗ്, സോ ഞാൻ പുതിയ സാധനം, നോ, എ ബിഗ് നോ. സെക്കൻഡ് സാധനം എനിക്ക് പറയാനുള്ളത്, കരിയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മോസ്റ്റ്ലി IIMK ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗോയിങ് ഫോർ എ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം. സോ IIMKക്ക് സ്ട്രോങ് ഹോൾഡുള്ള കുറച്ച് ഡൊമൈൻസ് ഉണ്ട്, സേ ഫിനാൻസ് ഡൊമൈൻ, മാർക്കറ്റിംഗ് ഡൊമൈൻ, പ്രൊഡക്ട് മാനേജ്മെന്റ് ഒക്കെ ഇപ്പൊ കയറി വരുന്നേ ഉള്ളൂ. പക്ഷെ ചില ഡൊമൈൻസിൽ IIMKയിൽ ഒട്ടും തന്നെ ഒരു അപ്പർ ഹാൻഡ് ഇല്ലാത്ത ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ട് മാനേജ്മെന്റ് തന്നെ ഞാൻ പറഞ്ഞത്, കൺസൾട്ടിങ്ങിൽ കുറച്ചധികം പ്രൊഫൈൽസ് പോകുന്നുണ്ട് IIM കോഴിക്കോടിൽ. സോ അവിടെ ഇല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഷോർട്ട് ടേം ഗോളിൽ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാതിരിക്കുക. ഇതൊക്കെ ഒരു ഈവൻ ദോ ഇഫ് യു വോണ്ട് ടു ഡു ഓൺട്രപ്രണർഷിപ്പ്, മാറ്റർ ഓഫ് ഫാക്ട് ഇപ്പൊ IIM കോഴിക്കോട് ആണെങ്കിലും മൊത്തത്തിൽ IIMസിൽ ഒന്നും തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഒരു ഷോർട്ട് ടേം ഗോളായിട്ട് അവർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത പ്രോഗ്രാം അല്ല. ഈ IIMസിലെ MBAs എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് MBA കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പ്രോപ്പർ കോർപ്പറേറ്റിൽ കുറച്ച് നാളെങ്കിലും വർക്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ടേംസിൽ നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്സ് ഒക്കെ ചെയ്യാമെന്നുള്ളതാണ്. സോ ലോങ് ടേം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ് ബിസിനസ് വെഞ്ചർ എന്ത് വേണമെങ്കിലും വെക്കാം. ഇഫ് യു ആർ സെയിങ് ദാറ്റ് ദെൻ ട്രൈ ടു സബ്സ്റ്റാൻഷിയേറ്റ് ഈ ഒരു ഇൻഡസ്ട്രി കുറച്ച് ഫാസിനേറ്റിംഗ് ആണ്, സോ ഇതിൽ ചെയ്യാനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഷോർട്ട് ടേം ഗോളിൽ ഇഫ് യു ആർ എ ഫ്രഷർ, മോസ്റ്റ്ലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫിനാൻസ് ആയിരിക്കും ബെറ്റർ. ഇഫ് യു ആർ ഹാവിംഗ് വർക്ക് എക്സ്പീരിയൻസ് ദെൻ യു ക്യാൻ ഗോ ഇൻ ടു സ്പെസിഫിക്സ് ലൈക്ക് കൺസൾട്ടിങ് കാര്യങ്ങൾ എന്നൊക്കെ പറയാം. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഇറ്റ്സ് ബെറ്റർ ടു സേ ഇപ്പൊ എനിക്ക് ഇതാണ് തോന്നുന്നത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, പക്ഷേ ഒരു ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ബയാസ് ഒന്നും ഇല്ലാതെ പോയി അവിടെയുള്ള ഓപ്പർച്യൂണിറ്റികൾ എല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു ഇൻഫോം ഡിസിഷൻ എടുത്ത് ഒരു നല്ലൊരു MNCയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതും, അവരുടെ വർക്ക് കൾച്ചറായിട്ട് എക്സ്പോസ്ഡ് ആവുക, കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു ബിസിനസ് പഠിക്കുക എന്നുള്ളതാവണം. ബേസിക്കലി ഒരു ലേണിംഗ് സാധനമായിരിക്കണം ഷോർട്ട് ടേം ഗോൾ. അപ്പം എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ഐ വോണ്ട് ടു സെക്യൂർ എ ജോബ് ഇൻ ആൻ MNC, ഇൻ എ റെപ്യൂട്ടഡ് MNC, ഒരു പോസ്റ്റിൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ സ്പെസിഫിക്സ് ആയിട്ട് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ലേണിംഗ്സ് യു വോണ്ട് ടു ഗെറ്റ് ഫ്രം ദെയർ, അതും കൂടി മെൻഷൻ ചെയ്താൽ നന്നാവും. പിന്നെ ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് പറഞ്ഞു പോകാം, നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള കുറച്ചുകൂടെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതായത് എന്തുകൊണ്ട് ഈ ഒരു സാധനത്തിലോട്ട് വന്നു എന്നുള്ളതും നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ
And what you expect to get from it, definitely you can mention exposure in terms of ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ക്രൗഡിൽ നിന്ന് വരുന്ന ലേണിംഗ്, അതായത് ഒരു വൈഡർ പെർസ്പെക്റ്റീവ് കിട്ടാനാണെന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ഡെഫിനറ്റ്ലി ഒരു ഹൈ ക്വാളിറ്റി ഫാക്കൽറ്റീസിന്റെ ഒരു ഫോർമൽ അക്കാഡമിക് പ്രോഗ്രാം ത്രൂ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ അതിനെ കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇതുവരെ എനിക്ക് ഈ ഒരു ഡൊമൈനിൽ മാത്രമേ എക്സ്പോഷർ കിട്ടിയിട്ടുള്ളൂ. സേ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് ആകെ കുറച്ച് ഓപ്പറേഷൻസ് മാത്രമേ ഇപ്പൊ അറിയാവുള്ളൂ. പക്ഷെ ഒരു വൈഡ് ലോകം അവിടെ ഉണ്ടെന്നും അത് അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നും ഉള്ളതൊക്കെ പറയാം. സോ ഇതാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനകത്ത് കുറച്ച് സ്റ്റോറി ടെല്ലിംഗ് എലമെന്റ് ആഡ് ചെയ്യാം. നെഗറ്റീവ് ലൈറ്റിൽ ഒരു സാധനത്തെ മെൻഷൻ ചെയ്യാതിരിക്കുക, പോസിറ്റീവ് ലൈറ്റിൽ മാത്രം പറയുക. ഷോർട്ട് ടേം ഗോൾസിൽ ഈ പറയുന്ന എന്താണ് ബി സ്കൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും കൂടി പറയുക. ദെൻ ഗോ ടു പ്രൊഫഷണൽ. അത് കഴിഞ്ഞിട്ട് ലോങ് ടേമിൽ ഒബ്വിയസ്ലി സംതിങ് അലൈനിങ് ടു ദാറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എന്ത് എഴുതി കഴിഞ്ഞാലും മോസ്റ്റ്ലി നിങ്ങൾ IMKയിൽ നിങ്ങൾക്ക് ഇനി ഇന്റർവ്യൂ കോൾ കിട്ടുകയാണെങ്കിൽ അവരുടെ ഇതിന്റെ PDF ഉണ്ടാവും. ആ സമയത്ത് ഇവിടെ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് മാറ്റി പറയാൻ പറ്റില്ല. അപ്പം വളരെ സ്പെസിഫിക്സിൽ ഇപ്പം ഒരു ദിവസം ഡെഡ് ലൈൻ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചങ്ങ് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അടുത്ത 2 മാസം ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആൻസേഴ്സ് കിട്ടുന്നത്. ആ സമയത്ത് മാറ്റാൻ പറ്റില്ല. സോ ട്രൈ ടു ബി ജനറിക്, ബിക്കോസ് ഇതിന് ഒരുപാട് വെയിറ്റേജ് ഇപ്പം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇവരെന്തായാലും ഇത്രയും സ്റ്റുഡൻസിന്റെ SOP വായിച്ചിട്ടായിരിക്കില്ല കോൾ തരുന്നത്. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ അവിടെ അത്ര അധികം ഇത് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾ എന്ത് ആൻസർ ആണോ കൊടുക്കുന്നത് അത് സേവ് ചെയ്ത് വെക്കുക, PDF ആയിട്ട് വെക്കുക. അവസാനം എന്താണ് ഇവിടെ എഴുതിയതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ ആവരുത്. കാരണം ആ സമയത്ത് ഇത് രണ്ടും കൊഹറന്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ബാക്ക് ഫയർ ചെയ്യും. ഡിസ്ക്രൈബ് യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ് ആസ് ഐഡന്റിഫൈഡ് ബൈ യു. സ്ട്രെങ്സില് വളരെ എളുപ്പമായിരിക്കും. അതായത് നിങ്ങൾ ഒരു വളരെ നല്ല ടീം പ്ലെയർ ആണെന്ന് അയക്കാം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ വളരെ കാമാണ്, കമ്പോസ്ഡ് ആണ് എന്നൊക്കെ പറയാം. പക്ഷെ റാദർ ദാൻ ജസ്റ്റ് സെയിങ് ദാറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം വേർഡ് ലിമിറ്റ് ഉണ്ട്. അത്യാവശ്യം വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. സോ യൂസ് എ സ്റ്റാർ ഫ്രെയിംവർക്ക്. whenever you are saying something, use a star framework which is situation, task, action and result. സോ ഒരു സിറ്റുവേഷൻ പറയാം, അവിടെ നിങ്ങൾക്കുള്ള ടാസ്ക്, അവിടെ നിങ്ങൾ എടുത്ത ആക്ഷൻ ആൻഡ് വാട്ട് വാസ് ദി റിസൾട്ട്. ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ കൂടെ വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ ആ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഇൻസ്റ്റൻസും കൂടെ പറയാം. ഇപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഈ സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മളുടെ പ്രൊഫഷണൽ സ്പേസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോളേജിൽ ഒരു പ്രൊജക്ട് ബേസ്ഡ് ഒക്കെ ആകുമ്പോഴുള്ള ഇൻസ്റ്റൻസസ് പറയാൻ പറ്റുള്ളൂ. നോ, സി ഈവൻ ഇഫ് ഇറ്റ് ക്യാൻ ബി ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഫാമിലിയിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, യു എഫക്റ്റീവ്ലി മാനേജ് ദാറ്റ്. അതും അല്ലെങ്കിൽ നിങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തു, ഫ്രണ്ട്സുമായിട്ട് ടൂറിന് പോയി, അപ്പൊ എന്തെങ്കിലും പ്രശ്നം പറ്റി, ഹൗ യു എഫക്റ്റീവ്ലി മാനേജ് ദാറ്റ്. സോ അതൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ എക്സാമ്പിൾസും ഉപയോഗിക്കാം. പേഴ്സണൽ ഇത് ഉപയോഗിക്കുക. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളുടെ കൂടെയുള്ള ഒരു 1000കണക്കിന് കാൻഡിഡേറ്റ്സ് കൊടുക്കുന്ന അതേ ഉത്തരം നിങ്ങളുടെ ഈ ഒരു ആൻസർ ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ ആകുന്നത്. ഇപ്പൊ ചില ആൾക്കാരുടെ ആൻസർ കണ്ടാൽ ChatGPT എടുത്ത ആൻസർ പോലെ ഉണ്ടാവും. അത് എനിക്ക് വേണമെങ്കിലും ഫില്ല് ചെയ്യാം, അവർക്ക് വേണമെങ്കിലും ഫില്ല് ചെയ്യാം, ആർക്ക് ഫില്ല് ചെയ്താലും ഇറ്റ്സ് റെലവന്റ്. അങ്ങനെയുള്ള ഗ്ലോബ് കൊടുക്കാതിരിക്കുക. റാദർ പേഴ്സണലൈസ് സാധനങ്ങളിൽ ഫോക്കസ് ചെയ്യുക. വീക്ക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് ആയിട്ട് പറയുന്നതാണ് പൊതുവെ ആൾക്കാർ ചെയ്യാറുള്ളത്. ഈവൻ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ റെമഡി എന്തായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതണം. നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ മെന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഫിൽ ചെയ്ത് നിങ്ങളെ മെന്ററുമായിട്ട് റിവ്യൂ ചെയ്തിട്ട് മാത്രം സബ്മിറ്റ് ചെയ്യുക. സോ ദാറ്റ് ദേ വിൽ ഗിവ് യു ബെറ്റർ ഇൻസൈറ്റ്സ്. കാരണം നിങ്ങളെ പേഴ്സണലായിട്ട് കൂടുതൽ മെന്ററിനെ അറിയുന്നുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. വീക്ക്നെസ്സിൽ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അതായത് പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ടു ലേസി എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടെക്നോളജി എന്തെങ്കിലും ഒരു ടൂൾ, ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഇപ്പം ഡെയിലി രാവിലെ എണീച്ചാൽ തന്നെ യു വിൽ പ്രയോറിറ്റൈസ് ദി ഡേ. ഓർ ബിഫോർ ഗോയിങ് ടു ബെഡ് നിങ്ങൾ ആ ദിവസം ചെയ്തതൊക്കെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് യു വിൽ സ്പെൻഡ് 15 minutes ഓഫ് യുവർ ടൈം ടു ഇംപ്രൂവ് ദാറ്റ്. ഒരു എക്സാമ്പിൾ ആണ് ഇത്. എല്ലാവരും എഴുതണം എന്നല്ല പറയുന്നത്. ഇതേപോലെയുള്ള കൈൻഡ് ഓഫ് റെമഡീസ് യു ഹാവ് ടേക്കൺ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, പക്ഷെ അത് നല്ലോണം വർക്ക് ചെയ്തു. വാട്ട് ആർ ദി മെഷേഴ്സ്? നിങ്ങൾ കുറച്ച് യോഗ പ്രാക്ടീസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റെമഡി എപ്പോഴും വേണം വെൻ യു ആർ മെൻഷനിങ് വീക്ക്നെസ്. പിന്നെ നിങ്ങളുടെ വളരെ ഇപ്പൊ ഒരു ബി സ്കൂളില് ഈ ഒരു സ്ട്രെങ്ത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങൾ നേരെ എക്സ്പോസ് ചെയ്യാതിരിക്കുക. അതായത് ഉദാഹരണത്തിന് ഐ എം നോട്ട് എ ഗുഡ് ടീം പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ പോയിന്റ് ഇൻ അഡ്മിറ്റിംഗ് യു ടു ദി കോളേജ്, റൈറ്റ്? വാട്ട് ഈസ് യുവർ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് അക്കംപ്ലിഷ്മെന്റ് സോ ഫാർ? ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് അക്കംപ്ലിഷ്മെന്റും ആൾക്കാർ എഴുതുക, എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെയാണ്. പക്ഷെ അതിലും കോൺടാക്ട് ബിൽഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പം
ഞാൻ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് എന്നെ ഇപ്പം ഇന്നിപ്പോ രാവിലെ ഞാൻ എൻ്റെ ഒരു മെന്റിയുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എഴുതിയ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമസ്റ്റർ 6 റിസൾട്ട് വന്ന സമയത്ത് HOD വിളിച്ചു, അഭിനന്ദിച്ചു, ആൻഡ് ഇതൊരു ബെസ്റ്റ് ഇതായിരുന്നു. ഇല്ലാത്ത ഒരു കോൺടാക്ട് സെറ്റിംഗ് ഇല്ല. പറയേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത്. അതായത് അതിന് മുന്നത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് വളരെ മാർക്ക് കുറഞ്ഞു, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, വീട്ടിൽ വളരെ പേരൻസ് ഒക്കെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ആൻഡ് അവസാനം ആ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ടീയേഴ്സ് ഓഫ് ജോയ്. ഈ ഒരു കൈൻഡ് ഓഫ് കോണ്ടെക്സ്റ്റ് ബിൽഡിങ്, ഒരു സ്റ്റോറി ടെല്ലിംഗ്, ഒരു ഇമോഷണൽ സൈഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒക്കെ എഴുതാം. എല്ലാം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ MBAക്ക് വേണ്ടി അങ്ങനെ സെല്ല് ചെയ്യരുത്. അതൊരു വലിയൊരു നെഗറ്റീവാണ്. പല ആൾക്കാരും ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയും ഐ ആം ഗുഡ് അറ്റ് മാനേജർ സ്കിൽസ് ആൻഡ് ഐ വാണ്ട് ടു ഡു MBA. They just ask you to introduce yourself. നിങ്ങൾക്ക് why MBA ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് സെന്റൻസ് തന്നെ ദിസ് ഈസ് വൈ ഐ വാണ്ട് ടു ഡു ആൻ MBA. നോ, ഡോണ്ട് ഡു ദാറ്റ്. ഇതൊരു പേഴ്സണൽ കണക്ഷൻ ഇന്റർവ്യൂറോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു സാധനം മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ പ്രസന്റ് ഹോബീസ്? പ്രസന്റ് ഹോബീസ് പറയുന്ന സമയത്ത് അതിനകത്ത് അതും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ ബിസിനസ് പോഡ്കാസ്റ്റ് കാണുന്നതാണ് എന്റെ ഹോബി എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അതും ഇപ്പം ഞാൻ ഇന്ന് സംസാരിച്ചൊരു ഇത് ഒരു മെന്റി ഇതുപോലെ ഒരെണ്ണം ജനറൽ ആയിട്ട് എഴുതി ഒരു MBAക്ക് സെല് ചെയ്യുന്ന രീതിയിൽ വേണ്ട. ഞാൻ പറഞ്ഞു ഹി വാസ് ഫ്രം വയനാട്. ഇഫ് യു ആർ ഇൻ ടു ട്രക്കിംഗ് ടെൽ ദം ദാറ്റ് എനിക്ക് ട്രക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ബിക്കോസ് ട്രക്കിങ് അതിനകത്തൊരു ഫ്യൂച്ചർ നമ്മൾ കാണണം. ബി സ്കൂളിൽ പോകുന്ന സമയത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ വെൻ ദേ ആർ ആസ്കിംഗ് മോർ അബൌട്ട് ട്രക്കിംഗ് ഹി ക്യാൻ സേ ട്രക്കിങ്ങിനകത്തുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അവിടെ ഒരു ടാർഗറ്റിന് വേണ്ടി നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഒരു ലീഡർഷിപ്പ് ആംഗിളിൽ. സോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ ബിസിനസ് ആംഗിളും ലീഡർഷിപ്പ് ആംഗിളും ഒന്നും വെക്കാതെ നിങ്ങളുടെ ഹോബീസും അത് നിങ്ങളെ മെന്റലി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്റെ ഒരു സീനിയർ ആമസോണിന്റെ ഇന്റർവ്യൂവിൽ ജസ്റ്റ് ക്രാക്ക് ചെയ്ത് ടെൽ മി അബൌട്ട് യുവർസെൽഫിലെ കളരിയെ കുറിച്ചാണ് സംസാരിച്ചത്. ചെറുപ്പം തൊട്ട് ആ ചേച്ചി കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഹൗ കളരി ഈസ് ഹെൽപ്പിംഗ് ഹർ ഇൻ എ ലോട്ട് ഓഫ് വേസ്, മെന്റൽ പീസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഫോക്കസ്ഡ് ആവാൻ വേണ്ടി. സോ അങ്ങനെയുള്ള രീതിയിലുള്ള ഹോബീസ് നിങ്ങൾക്ക് പറയാം. പിന്നെ എനി അതർ ഇൻഫർമേഷൻ യു വുഡ് ലൈക്ക് ടു ഷെയർ. ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ബ്രാഗ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്റെ അഭിപ്രായത്തിൽ കുറെ കൂടെ പേഴ്സണൽ കാര്യങ്ങളാണ്. Fifth question, any other information, if you have some relevant awards, if you are having some awards തന്നെ വേണമെന്നില്ല, you can also say something like നിങ്ങളിപ്പം if you are coming from say remotest of the remotest area, you have struggled a lot, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ടച്ച് ഉള്ള സാധനം, അവിടെ പേഴ്സണൽ ടച്ച് ഉള്ള സാധനം ഉണ്ടെങ്കിൽ എഴുതാം. ട്രൈ ടു അവോയ്ഡ് മെൻഷനിങ് തിങ്സ് ലൈക്ക് എനിക്ക് ഇതിന്റെ ഗൂഗിളിന്റെ മറ്റേ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള സാധനം മെൻഷൻ ചെയ്യാതിരിക്കുക. ബട്ട് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ലീവ് ഇറ്റ് ബ്ലാങ്ക് ദെൻ യു ക്യാൻ സ്റ്റിൽ ഡു ദാറ്റ്. സോ അഗെയിൻ വൺ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഒരു ജനറൽ ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നാണ്. നോനോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മെന്ററുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഓൾറെഡി GDP മെന്റർഷിപ്പ് പ്രോഗ്രാമിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഡോക്യുമെന്റിന്റെ റെലവൻസ് എന്താണെന്ന്. സോ ഡു വർക്ക് ഓൺ ദി ഡോക്യുമെന്റ് ആസ് വെൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.